നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ബുദ്ധിരാക്ഷസനായ ഒരു വിക്കറ്റ് കീപ്പറെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ബാറ്റിംഗിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ വിക്കറ്റിന് പിന്നിൽ സഞ്ജു നടത്തുന്ന ചില മാന്ത്രിക നീക്കങ്ങളും അതിനു പിന്നിലെ ബുദ്ധിയും പലപ്പോഴും ചർച്ചയാകാറില്ല. സഞ്ജുവിന്റെ അത്തരമൊരു മിന്നൽ ബുദ്ധിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ക്രിക്കറ്റ് മൈതാനത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണിത്. സഞ്ജു വിക്കറ്റിന് പിന്നിൽ നിൽക്കുമ്പോൾ ബാറ്റ്സ്മാന്റെ കാൽ അല്പമൊന്ന് പൊങ്ങിയാലോ അല്ലെങ്കിൽ ക്രീസിന് പുറത്തേക്ക് പോയാലോ മതി, മിന്നൽ വേഗത്തിൽ സഞ്ജു ബെയിൽസ് തെറിപ്പിക്കും. എന്നാൽ ഇവിടെയാണ് സഞ്ജുവിന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. വിക്കറ്റ് തെറിപ്പിച്ച ഉടൻ തന്നെ സഞ്ജു വളരെ ആത്മവിശ്വാസത്തോടെ അപ്പീൽ ചെയ്യും. പലപ്പോഴും ബാറ്റ്സ്മാൻ ക്രീസിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പാണെങ്കിലും സഞ്ജുവിന്റെ ഈ അപ്പീൽ ലെഗ് അമ്പയറെ കൊണ്ട് തേർഡ് അമ്പയറിലേക്ക് തീരുമാനം വിടാൻ പ്രേരിപ്പിക്കും. എന്തുകൊണ്ടാണ് സഞ്ജു ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് സഞ്ജുവിന്റെ മാസ്റ്റർ പ്ലാൻ ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്റ്റംപിംഗ് അപ്പീൽ തേർഡ് അമ്പയറിലേക്ക് പോകുമ്പോൾ അമ്പയർ സ്റ്റംപിംഗ് മാത്രമല്ല പരിശോധിക്കുന്നത്. ICC നിയമപ്രകാരം സ്റ്റംപിംഗ് പരിശോധിക്കുന്നതിനൊപ്പം പന്ത് ബാറ്റിൽ തട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അൾട്രാ എഡ്ജ് കൂടി അമ്പയർ നോക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സഞ്ജു വലിയൊരു നേട്ടം ടീമിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. വിക്കറ്റ് കീപ്പർക്ക് പന്ത് ബാറ്റിൽ തട്ടിയതായി നേരിയ സംശയമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ടീം ഒരു DRS എടുക്കേണ്ടി വരും, അതായത് ഡിസിഷൻ റിവ്യൂ സിസ്റ്റം. ഒരു ഇന്നിംഗ്സിൽ പരിമിതമായ റിവ്യൂകൾ മാത്രമേ ഉണ്ടാകൂ എന്നതിനാൽ അത് പാഴാക്കാൻ ആരും ആഗ്രഹിക്കില്ല. സഞ്ജു ഒരു സ്റ്റംപിംഗ് അപ്പീൽ നടത്തുമ്പോൾ അമ്പയർക്ക് തേർഡ് അമ്പയറിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. തേർഡ് അമ്പയർ സ്റ്റംപിംഗ് ചെക്ക് ചെയ്യുന്നതിനിടെ അൾട്രാ എഡ്ജ് കൂടി നോക്കുമ്പോൾ ബാറ്റ്സ്മാൻ പുറത്താണോ എന്ന് ടീമിന് സൗജന്യമായി പരിശോധിക്കാൻ സാധിക്കുന്നു. സ്റ്റംപിംഗ് ഇല്ലെങ്കിൽ പോലും അൾട്രാ എഡ്ജിലൂടെ ഒരു വിക്കറ്റ് കിട്ടാൻ ഇതിലൂടെ സാധ്യതയുണ്ട്. ഒരു റിവ്യൂ പോലും നഷ്ടപ്പെടുത്താതെ സഞ്ജു തന്റെ ടീമിന് വിക്കറ്റ് നേടിക്കൊടുക്കാനുള്ള വഴിയൊരുക്കുന്നു. സഞ്ജുവിന്റെ സ്റ്റംപിംഗ് വേഗത പലപ്പോഴും MS ധോണിയുമായി താരതമ്യം ചെയ്യപ്പെടാറുണ്ട്. പന്ത് കയ്യിൽ ലഭിക്കുന്ന നിമിഷം തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ വിക്കറ്റ് തെറിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത്ഭുതകരമാണ്. രാജസ്ഥാൻ റോയൽസിനു വേണ്ടിയും ഇന്ത്യൻ ടീമിനു വേണ്ടിയും സഞ്ജു ഇത്തരം നിരവധി സ്റ്റംപിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ബാറ്റിംഗിലൂടെ മാത്രമല്ല, കീപ്പിംഗിലെ ഇത്തരം കുശാഗ്ര ബുദ്ധിയിലൂടെയും സഞ്ജുവിന് സാധിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ സഞ്ജു എന്ന താരത്തിന്റെ ഗെയിം അവബോധം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്നു. സ്വന്തം വ്യക്തിഗത റെക്കോർഡുകൾക്കപ്പുറം ടീമിന് എങ്ങനൊരു റിവ്യൂ ലഭിക്കാം അല്ലെങ്കിൽ എങ്ങനൊരു വിക്കറ്റ് വീഴ്ത്താം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. രോഹിത് ശർമ്മയെ പോലെയുള്ള നായകന്മാർക്ക് സഞ്ജുവിനെ പോലൊരു കീപ്പർ ടീമിലുണ്ടാകുന്നത് വലിയൊരു ആശ്വാസമാണ്. സഞ്ജു സാംസൺ വെറുമൊരു ബാറ്റ്സ്മാൻ മാത്രമല്ല, വിക്കറ്റിന് പിന്നിലെ ഒരു തന്ത്രശാലി കൂടിയാണ്. മിന്നൽ വേഗത്തിൽ സ്റ്റംപുകൾ തെറിപ്പിക്കുകയും റിവ്യൂ നഷ്ടപ്പെടുത്താതെ വിക്കറ്റ് നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സഞ്ജുവിന്റെ ഈ ബുദ്ധി സമ്മതിച്ചു കൊടുക്കണം. സഞ്ജുവിന്റെ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങൾ മൈതാനത്ത് ഇത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്